നമുക്കറിയാം ഹരിദാസൻ സാർ, നമ്മുടെ സംസ്ഥാനം കടവും കടത്തിന്മേൽ കടവും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇതാ സർക്കാരിന്റെ വാർഷികാഘോഷം വരുന്നുണ്ട്, കോടികൾ ചിലവഴിച്ചുകൊണ്ട്. ഇതിനിടയിലൊക്കെ ഉണ്ടാകാവുന്ന ഒരു ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ കേരളം രക്ഷപ്പെട്ടേക്കാം എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒന്നാം ഘട്ടം പദ്ധതി പൂർത്തിയായ വിഴിഞ്ഞത്തുള്ള അദാനി പോർട്സ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷെ എന്റെ ചോദ്യം, ഒരൊറ്റ ചോദ്യം ഹരിദാസ് സാർ, വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായാലും കേരളം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കടക്കണിയിലാണ് അക്ഷരാർത്ഥത്തിൽ. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത പ്രതിസന്ധി സാമ്പത്തിക മേഖലയിൽ കേരളത്തിനുണ്ട്. രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഇന്നത്തെ നിലയ്ക്ക് കാണുന്നില്ല എന്നത് ഒരു 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 പരാതിയല്ല, ഒരു ആക്ഷേപമല്ല. അത് എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കേരള സർക്കാരിന്റെയും ഒക്കെ തലപ്പത്തുള്ള നേതാക്കന്മാർക്ക് അക്കാര്യം നല്ലവണ്ണം ബോധ്യമുണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് CAG-യുടെ 24-25 റിപ്പോർട്ട് പുറത്തു വന്നത്. അത് വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. 2-3 കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ 2024 സാമ്പത്തിക വർഷം അവസാനമാകുമ്പോ കേരളത്തിന്റെ മൊത്തം കടം 4.29 ലക്ഷം കോടിയാണ്. 4.29 ലക്ഷം കോടി. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് കേരളത്തിന്റെ പൊതുകടം 1.62 ലക്ഷം കോടിയായിരുന്നു. അപ്പോ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കേരളത്തിന് അധികം വന്ന കടം 2.69 ലക്ഷം കോടിയാണ്. ഞാനിത് പറയാൻ കാരണം, ഉമ്മൻചാണ്ടി 2016 ഇറങ്ങുന്ന സമയത്തുള്ള 1.62 ലക്ഷം കോടി എന്ന് പറയുന്നത് കേരളം രൂപം കൊണ്ട് 1957 മുതലുള്ള കടമാണ്. പക്ഷെ പിണറായിയുടെ 9 വർഷക്കാലത്ത് കേരളം കടം മേടിച്ചു കൂട്ടിയത് 2.69 ലക്ഷം കോടിയാണ്. ഇതിന്റെ പലിശ മാത്രം കൊടുക്കണമെങ്കിൽ എങ്ങനെയാ മുന്നോട്ട് പോകാൻ കഴിയാം? അപ്പൊ CAG ചൂണ്ടിക്കാണിച്ചത് വരുമാനത്തിനുള്ള സ്രോതസ് കണ്ടെത്താൻ കഴിയുന്നില്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വരുമാനം നിലനിർത്താൻ കഴിയുന്നില്ല. ഇപ്പൊ GST മേഖലയില് വരുമാന വർധനവുണ്ട്, ശരിയാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് കേരളത്തിന്റെ GST വരുമാനത്തിലുള്ള വർധനവ് തുലവും കുറവാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെക്കാൾ കുറവാണ്. അപ്പൊ ഈ രംഗത്ത് പോലും വേണ്ടത്ര ജാഗ്രത പുലർത്തി പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. രണ്ടാമത്തേത് ധനക്കമ്മിയുടെ കാര്യമാണ് അവർ AG ചൂണ്ടിക്കാണിച്ചത്. 2022, 23 മുതൽ 25, 26 വരെയുള്ള കാലഘട്ടത്തില് കേരളത്തിന്റെ ധനക്കമ്മി 76% കൂടിയത്. ഇത് വളരെ വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ചെലവ് കൂടുന്നു. ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ മൊത്തം വരുമാനം കേരളത്തിന്റെ. ചെലവാകട്ടെ 1.70 ലക്ഷം കോടി രൂപയും. കടം കഴിഞ്ഞ വർഷം കടം വാങ്ങിയത് 44,979 കോടി, ഏതാണ്ട് 45,000 കോടി രൂപ. ഈ കടം വാങ്ങുന്ന അധികവും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പലിശ കൊടുക്കാനും മറ്റും വേണ്ടി തന്നെയാണ്. ഈ നിലയിൽ കേരളത്തിന് ഇനി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് എല്ലാവരും ആശങ്കയോടെ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. GST രൂപം നൽകുന്ന സമയത്ത് CPM ആദ്യം അതിനെതിരായിരുന്നു. നാട് മുഴുവൻ പ്രചരണം നടത്തിയിരുന്നു. പിന്നീട് അത് ഗുണകരമാകും എന്നൊരു തോന്നൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ടായി. അങ്ങനെ കേരളം ഉൾപ്പെടെ പിന്തുണച്ചിട്ടാണ് GST നിയമം കേന്ദ്രം പാസാക്കിയത്. പക്ഷെ അന്നൊരു പ്രശ്നം, GST നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിന് കിട്ടിയിരുന്ന നികുതി വിഹിതത്തിൽ കുറവുണ്ടായാൽ അത് 5 വർഷക്കാലത്തേക്ക് കേന്ദ്രം നികുത്തും എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ കേരളം നികുതി പിരിച്ചില്ലെങ്കിലും കേന്ദ്രം നികുത്തുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാകില്ല എന്നുള്ളത് കൊണ്ട്
GST യഥാവിധി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഐസക്കിന്റെ കാലത്ത് നടന്നില്ല. അത് മാർക്സിസ്റ്റുകാർ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്, മുഖ്യമന്ത്രിക്ക് പോലും ബോധ്യമുള്ള കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ബാലഗോപാൽ ധനകാര്യ മന്ത്രിയായി വന്നതിന് ശേഷം ഈ കാര്യത്തിൽ കുറച്ചുകൂടി പുലർത്തി. ശ്രദ്ധ പുലർത്തിയെന്ന് മാത്രമല്ല, അതിനുശേഷം GSTയുടെ വരുമാനത്തിൽ കുറേശ്ശെയുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം കൂടി CAG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അതും ഇതിന്റെ ഒപ്പം വായിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 22-23 ഭൂനികുതിയായിട്ട് കേരളത്തിന് കിട്ടിയിരുന്നത് 720 കോടി രൂപയാണ്. അത് കേരളത്തിന്റെ തനത് വരുമാനമാണ് ഭൂനികുതി എന്ന് പറയുന്നത്. 23-24 അത് 711 കോടിയായിട്ട് കുറഞ്ഞു. 24-25 അത് 608 കോടിയായിട്ട് കുറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഭൂനികുതി പിരിക്കുന്നതിൽ പോലും കേരളത്തിലെ ഭരണകൂടത്തിന് വീഴ്ച സംഭവിക്കുന്നു എന്നല്ലേ? അപ്പൊ പണമില്ലാത്ത സമയത്ത് പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, കിട്ടേണ്ടുന്ന പണം പിരിച്ചെടുക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല. എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യത്തിലും സമാനമായ ഒരു വിമർശനം അക്കൗണ്ടന്റ് ജനറൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 72 കോടി രൂപയാണ് എക്സൈസ് ഡ്യൂട്ടി വരുമാനത്തിലുണ്ടായ കുറവ്. ഈ ഭരണ ചെലവിനെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കൊന്നും ക്ഷാമബത്ത കൊടുക്കുന്നില്ല കുറെ നാളുകളായിട്ട്. എന്നിട്ട് പോലും ഏതാണ്ട് 7449 കോടി രൂപയാണ് ഒരു വർഷം വർദ്ധിക്കുന്നത്. ഭരണ ചെലവ് 56,435 കോടി രൂപ എന്നതാണ് കണക്ക്. പലിശ ഇനത്തിന് ഇവിടെയാണ് ഈ കടമെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കടമെടുക്കാൻ വേണ്ടി നമ്മൾ ഓർക്കണം, കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം പറയുന്നതിനൊപ്പം ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റും ബാലഗോപാൽ ആയിക്കോട്ടെ, മുമ്പ് തോമസ് ഐസക് ആയിക്കോട്ടെ, തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് എന്താ? കൂടുതലായിട്ട് പണം കടമെടുക്കാനുള്ള അനുമതി നൽകണം എന്ന. നിത്യനിദാനം നടത്താൻ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ, കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ പണം കടം വാങ്ങാനുള്ള അനുമതി വേണം എന്നതായിരുന്നു പിണറായി വിജയന്റെ നിലപാട്. പക്ഷെ കേന്ദ്ര സർക്കാരിന് അത് അനുവദിക്കാൻ കഴിയില്ല. കാരണം പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള FRBM ആക്ട് അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കടം വാങ്ങുന്നതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനയ്ക്ക് വിധേയമായിട്ടേ കടം വാങ്ങാൻ കഴിയുള്ളൂ. പക്ഷെ ഇവരതിനെതിരായിട്ട് സുപ്രീം കോടതി പോയതൊക്കെ നമ്മൾ കണ്ടതാ. സുപ്രീം കോടതി പോയിട്ടും കടം മേടിക്കും. സുപ്രീം കോടതി പോയിട്ട് കേന്ദ്രം നൽകുന്ന നികുതിയുടെ വരുമാനം പോരാ എന്നല്ല, നികുതി വിഹിതം പോരാ എന്നല്ല അവർ പറഞ്ഞത്, കൂടുതൽ കടം മേടിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്നാ. പക്ഷെ ഞാനിത് പറയാൻ കാരണം, അവിടെ സുപ്രീം കോടതിയും അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കടമെടുക്കാൻ കഴിയുന്നതിന്റെ പരിധി കഴിഞ്ഞിട്ടുണ്ട്, ഇനി അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള താക്കീതോടുകൂടിയാണ് സുപ്രീം കോടതി കേരള ഗവൺമെന്റിന് അന്ന് മറുപടി നൽകിയത്. ഞാനിത് പറയാൻ കാരണം, 25,553 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം പലിശ കൊടുക്കാൻ വേണ്ടി കേരളം ചെലവഴിച്ചത്. ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തെല്ലാം വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ കടം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. പെൻഷൻ വരുമാനത്തിൽ പെൻഷൻ വകയിലുള്ള ചെലവില് 27,873 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ചെലവിട്ടത്. അതും ഒരു വർഷത്തിലുണ്ടായ വർധനവ് 2,231 കോടി രൂപയാണ്. ഇങ്ങനെ എത്ര നാള് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. വിഴിഞ്ഞം പദ്ധതികളൊക്കെ, അതുപോലുള്ള പദ്ധതികൾ വരുന്നതും നല്ലതാണ്. പക്ഷെ അതിന്റെ പ്രയോജനം കൊണ്ട് കേരളം ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2024 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ 4.29 ലക്ഷം കോടിയാണ് കേരളത്തിന്റെ പൊതുക്കടം. ഈ 2025 അവസാനിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് പോകുമ്പോഴേക്കും നമ്മുടെ പൊതുക്കടം 5 ലക്ഷം കോടിയായിട്ട് വളർന്നാൽ അതിശയിക്കാനില്ല. അത്തരം ഭീതിതമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് എന്നത് ജനങ്ങളും ബോധ്യമാകണം. നമുക്ക് ഇവിടെ പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ വരുന്നില്ല, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾ വരുന്നില്ല, ഇവിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ കുട്ടികളില്ല. +2 കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ
കേരളത്തിന് പുറത്തേക്ക് പോവുക ഉന്നത വിദ്യാഭ്യാസത്തിന് ബാംഗ്ലൂർക്കും ഹൈദരാബാദിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ വണ്ടി കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകൾ, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി. അവിടെയൊക്കെ 30% പോലും അഡ്മിഷൻ നടക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നത് കേരളം ചിന്തിക്കണം. കേരളം ആഴത്തിൽ ചിന്തിക്കണം. കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. കേരളത്തിന്റെ ജനങ്ങളുടെ മനസ്സിലും ആ മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശിയേ പറ്റുള്ളൂ എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അത്തരത്തിൽ കേരളത്തിൽ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും എന്റെ ഒരു ചോദ്യം, ഒരു സംശയമാണ്. ഹരിദാസ് സാർ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾക്കിടയിൽ നിന്നും എനിക്ക് തോന്നിയത്, ഇതൊക്കെ സാർ പറഞ്ഞത് ഒരു ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പരിഭവമോ, സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പരിഭവമോ പരാതിയോ അല്ലെങ്കിൽ ആക്ഷേപമോ കുറ്റപ്പെടുത്തലോ ഒന്നുമല്ല. ഇതാണ് സാർ ഈ പറഞ്ഞു വച്ചതാണ് യാഥാർത്ഥ്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇങ്ങനെ ഈ കൂപ്പ് കുത്തുന്ന സമയത്തും മറ്റനേകം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഈ വകയിരുത്തിയിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് വികസനത്തിന് വേണ്ടിയിട്ടല്ല. ഈ ഭരിക്കുന്ന സർക്കാരിന്റെ മേന്മകൾ, നേട്ടങ്ങൾ പല ആവർത്തി ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവര് കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ വരുത്താൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്, ഭാവിയിലായാലും വരും മാസങ്ങളിലായാലും ഒക്കെ. ഇതിന്റെ ഒരു കടിഞ്ഞാൺ സർക്കാർ ഒന്നുകൂടെ ഒന്ന് കടുപ്പിച്ച് പിടിച്ചിരുന്നെങ്കിൽ എന്നൊരു സാധാരണക്കാരന് തോന്നില്ലേ? ഹരിദാസ് സാർ പറഞ്ഞ ഇത്രയും കാര്യങ്ങളുടെ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർക്കാൻ തോന്നിയ ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ നാട്ടിൽ KSRTC ഉണ്ട്. KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടാറുണ്ടോ? ഏതെങ്കിലും സമയത്ത് കൃത്യമായ സമയം കിട്ടിയിട്ടുണ്ടോ? 10-ാം തീയതി, 15-ാം തീയതി 2-3 തവണയായിട്ട് ശമ്പളം കൊടുക്കുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാർ സർവീസും പോകുന്ന സ്ഥിതി അതിവിദൂരമല്ല. ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ആവുമ്പോൾ ശമ്പളം കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ 2-ാം തീയതി കിട്ടുന്നുണ്ടാവും. പക്ഷെ അവർക്കും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന സ്ഥിതി അതിവിദൂരമല്ല. ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് കൈ അയച്ച് സഹായിക്കുന്നത് കൊണ്ടാണ് ഇപ്പോ ഇത്രയും കാര്യങ്ങളെങ്കിലും നടക്കുന്നത്. കേന്ദ്രവുമായിട്ട് ഓരോ സമയത്ത് ആവശ്യമില്ലാതെ പോരിനിറങ്ങുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. പഴയ കാലത്ത് ഇവര് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് എതിരായിരുന്നു വ്യവസായ രംഗത്ത്. ഇപ്പൊ അദാനിയുമായിട്ട് കൂട്ടിച്ചേർന്ന് കമ്പനി തുടങ്ങാൻ തയ്യാറായി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ കൂപ്പ് കുത്തിയാൽ അതിനെ നന്നാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണ്ടേ? നന്നാക്കാൻ കഴിയില്ലെങ്കിൽ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കണ്ടേ? ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഓഹരി വിറ്റഴിക്കുന്നു എന്നൊക്കെ ആക്ഷേപം ഉന്നയിക്കാറുണ്ട് പലപ്പോഴും. സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കാറുള്ള ആക്ഷേപം. യഥാർത്ഥത്തില് ഈ ഒരു സാമ്പത്തിക നിലപാട് തുടങ്ങിയത് കോൺഗ്രസുകാരനായ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ്. മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കമ്പനികൾ നടത്തി സർക്കാരിന്റെ പൊതു ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ പറ്റൂല, അത് നശിപ്പിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഒരു രാജ്യത്തിന് സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ. ഒരു വ്യവസായ സ്ഥാപനം സർക്കാർ നടത്തേണ്ട പണിയല്ല. ജനസംഘത്തിന്റെ കാലം മുതൽ അവര് സ്വീകരിച്ചിട്ടുള്ള നിലപാടതാ. വ്യവസായം നടത്താൻ വ്യവസായികളുണ്ട്, ലെറ്റ് ദം ഡു ഇറ്റ്. അല്ലാതെ ചില മേഖലകളിൽ സർക്കാർ മാത്രമേ നടത്താവൂ എന്നൊരു നിലപാടൊന്നും സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോ ഗവൺമെന്റിന് ഇത് പൊതുമേഖലാ സ്ഥാപനം നന്നായിട്ട് നടത്താൻ കഴിയില്ലെങ്കിൽ അത് നടത്താൻ കഴിയുന്നവരെ ഏൽപ്പിക്കണം. അവർക്ക് 50% ഓഹരി കൊടുത്തിട്ട് 50% സർക്കാർ വെക്കട്ടെ. പ്രൈവറ്റ് സെക്ടറിൽ അവർ ലാഭം ഉണ്ടാക്കിയാൽ അതിന്റെ വിഹിതം കേന്ദ്രത്തിന് കിട്ടില്ലേ? ഇപ്പൊ എയർ ഇന്ത്യ അതുപോലെ തന്നെയാണ് ചെയ്തത്. എയർ ഇന്ത്യ എത്രയോ കാലമായിട്ട് നഷ്ടത്തിൽ കിടന്ന് കുത്തുകയായിരുന്നു. മോഡി ഗവൺമെന്റ് തീരുമാനിച്ചു, ഒരു ധീരമായ നിലപാടാണ്. ഇങ്ങനെ നഷ്ടത്തിൽ അതിന് കൊണ്ടുപോകാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള പണം ഇതുപോലുള്ള വെള്ളാനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തില്ലേ? അപ്പൊ അങ്ങനെ ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റുകാർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അവർ ഈ പഴയ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാതയിലൂടെ നീങ്ങുക. ഈ രാജ്യത്ത്, ലോകത്ത് ഇന്ന് നടപ്പിലാക്കാൻ പറ്റാത്ത ചില ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ്സുമായിട്ടാണ് അവർ നടക്കുന്നത്. അതിന്റെ പരിണിത ഫലമാണ് കേരളം അനുഭവിക്കുന്നത്. കേരളം മാറിയേ തീരൂ. മാറേണ്ട സമയമാണിത്. ഇവിടുത്തെ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നില്ല.
ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട യോഗ്യമായ വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ കാർഷിക മേഖല പാടെ തകർന്നിരിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തില് കേരളത്തിന് മാറണ്ടേ, കേരളത്തിന് രക്ഷപ്പെടണ്ടേ? ആ രക്ഷപ്പെടാനുള്ള ഒരു പാത തുറക്കേണ്ടതുണ്ട്. അതിന് ഇന്നത്തെ നിലയ്ക്ക് പോയാൽ എവിടെയും എത്താൻ പോകുന്നില്ല. പിണറായി സർക്കാർ ഇപ്പൊ എത്ര വാശിയോടുകൂടി ആഘോഷത്തോടുകൂടി സർക്കാരിന്റെ വാർഷികം കൊണ്ടാടിയാലും അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായും അതാണ്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ എത്രത്തോളം അംഗീകരിക്കും എന്നതാണ് ഈ സർക്കാരിന്റെ വരും കാല പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ തുറന്നു കാണിക്കാൻ പോകുന്നത്. വാർഷികാഘോഷത്തിനൊക്കെ വേണ്ടി കോടികളാണ് ഇരുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന 4 യോഗങ്ങൾക്ക് 40 ലക്ഷം, ഒരു യോഗത്തിന് 10 ലക്ഷം രൂപ വെച്ച്. അങ്ങനെയുള്ളിടത്താണ് ഹരിദാസൻ സാറ് ഈ എടുത്തെടുത്ത് അക്കമെണ്ണിയിട്ട് പറഞ്ഞ ഇത്രയും വലിയൊരു കടക്കെണിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോകുന്നത് എന്നുള്ള കാര്യം ഇത് കാണുന്ന പ്രേക്ഷകർ വിസ്മരിക്കരുത്. വ്യക്തമാണ് സാർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.